കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വന്ദനയുടെ കൊലപാതകം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. റൂറൽ ഡിവൈഎസ്പിക്കാണ് ചുമതല. ഡോക്ടർ വന്ദന ദാരുണമായി കൊല ചെയ്യപ്പെട്ടതിൽ പ്രതിഷേധിച്ച് KGMOയെയും IMAയും നടത്തിവന്ന സമരം അവസാനിപ്പിച്ചുവെങ്കിലും ഹൗസ് സർജന്മാരും PG ഡോക്ടർമാരും സമരം തുടരുകയാണ്. തൊഴിൽ ഇടങ്ങളിലെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കുന്നതുവരെ VIP-കളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട അകമ്പടി ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് KGMOയെ അറിയിച്ചു. PG ഡോക്ടർമാരുടെയും ഹൗസ് സർജന്മാരുടെയും സംഘടനാ പ്രതിനിധികളുമായി ആരോഗ്യമന്ത്രി ഇന്ന് ചർച്ച നടത്തും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷാനോസ് ഡേവിഡ് ചേരുന്നുണ്ട്. ഷാനോസ്, പുതിയ അന്വേഷണ സംഘം ചുമതല ഏൽക്കുകയാണ്. എന്തായാലും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ എത്തുന്നത്? അഭിലാഷ്, വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് റൂറൽ ക്രൈംബ്രാഞ്ചിന് അന്വേഷണ ചുമതല കൈമാറിയിരിക്കുന്നത്. അതായത് ഷാനോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വന്ദനയുടെ കൊലപാതകം റൂറൽ DYSPക്ക് അന്വേഷണ ചുമതല. ഷാനോസിലേക്ക്. ഷാനോസ്, തീർച്ചയായും അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ്. കേരളത്തിൽ എന്നല്ല രാജ്യത്ത് തന്നെ ഇത്തരം സംഭവങ്ങൾ ഇതിനു മുമ്പ് നടന്നതായൊന്നും വിവരമില്ല. അങ്ങനെ ആരോഗ്യമേഖലയ്ക്ക് കൂടി നാണക്കേടാകുന്ന ഒരു സംഭവം. അതുകൊണ്ട് തന്നെ ഈ പ്രതിയുടെ മാനസിക നില, പ്രത്യേകിച്ച് ലഹരിക്ക് അടിമയായിരുന്നു, അങ്ങനെയൊരു വിഭ്രാന്തി എന്ന നിലയിലേക്കുള്ള പ്രാഥമികമായ വിലയിരുത്തലിലേക്ക് എത്തുമ്പോൾ പോലും കഴിഞ്ഞ ദിവസം അടക്കം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ഫോൺ അടക്കം പരിശോധിക്കും, ഫോറൻസിക് സംഘം വിശദമായി പരിശോധിക്കുമെന്നതടക്കം. എങ്ങനെയാണ് വീഴ്ച സംഭവിച്ചത്, എന്തായിരുന്നു അക്രമത്തിലേക്ക് കലാശിച്ച സാഹചര്യം, ഇങ്ങനെയെല്ലാം വിശദമായി തന്നെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരില്ലേ? അതായത് അഭിലാഷ്, ഈ ഏതെങ്കിലും തരത്തിൽ ഈ FIR-മായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ സമ്മതിച്ചു തരാൻ പോലീസ് തയ്യാറാവുന്നു. കാരണം അതല്ല യഥാർത്ഥ പ്രതിസന്ധി എന്നും. അതായത് ഈ പ്രതി എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ മാനസികാസ്വാസ്ഥ്യമുള്ള ഒരാളാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രതിക്ക് അനുകൂലമായ ഒരു സാഹചര്യം കേസിന്റെ നാൾവഴികളിൽ സൃഷ്ടിക്കപ്പെടും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് പ്രതി ഏതെങ്കിലും തരത്തിൽ മാനസികാസ്വാസ്ഥ്യം ഉള്ള ആളല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി പോലീസ് കൃത്യമായ നിരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ റൂറൽ ക്രൈംബ്രാഞ്ചിന് അന്വേഷണ ചുമതല കൈമാറിയിരിക്കുന്നത്. റൂറൽ ക്രൈംബ്രാഞ്ച് SP-ക്കാണ് അന്വേഷണത്തിന്റെ മേൽനോട്ടം. DYSPയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം നടത്തുക. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കൊല്ലത്തു നിന്നുള്ള വിശദാംശങ്ങളാണ് ഷാനോസ് നൽകുന്നത്. ഇതോടൊപ്പം തന്നെ VV വിനോദും ചേരുന്നുണ്ട്. വിനോദ്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലായി നിൽക്കുന്നൊരു പശ്ചാത്തലമുണ്ട്. ഇത് ഒരു കൊലപാതകം എന്ന നിലയിൽ ഇതിന്റെ ഉത്തരവാദിത്തം ഭരണകൂടങ്ങൾക്കാണ് എന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനിലേക്ക് പ്രതിപക്ഷം അടക്കം പോകുന്ന പശ്ചാത്തലമുണ്ട്. പ്രതിക്ക് കൃത്യമായി ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട തരത്തിലേക്ക് തെളിവുകൾ ഉൾപ്പെടെ സമാഹരിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണിപ്പോൾ സർക്കാരിന് ഉള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ അന്വേഷണം എത്രത്തോളം പ്രധാനപ്പെട്ടതായി മാറും? അഭിലാഷ്, സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെയാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷം രാഷ്ട്രീയമായി തന്നെ ഈ വിഷയത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം, അടുത്ത ദിവസം തന്നെ KPC പ്രസിഡന്റ് ഡോക്ടർ വന്ദനയുടെ വീട് സന്ദർശിക്കുന്നുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുണ്ട്. KPCയിലെ നേതൃയോഗം കഴിഞ്ഞ ശേഷം ഒരു പക്ഷേ ഇക്കാര്യത്തിലടക്കം കൃത്യമായ ഒരു നിലപാട്, പ്രതിപക്ഷ നിലപാട് പ്രതിപക്ഷം വ്യക്തമാക്കും. അതിൽ തന്നെ കോൺഗ്രസിന്റെ നിലപാട് ഏറ്റവും നിർണായകമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ഈ സർക്കാരിന്റെ വീഴ്ച, അത് 2 വകുപ്പുകളെ കേന്ദ്രീകരിച്ച് ആരോഗ്യവകുപ്പ് കാലാകാലങ്ങളിലായി ഇങ്ങനെ ആശുപത്രിയിൽ ഡോക്ടർമാരും മറ്റ് ആശുപത്രി ജീവനക്കാരും അടക്കം ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അവിടെ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. മറ്റൊന്ന്, പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച. 8 പോസ്റ്റുകളൊക്കെയും സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനം മാത്രമാണ് ഉണ്ടായത്. ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ പോലും ഇപ്പോൾ കൃത്യമായി പോലീസിന്റെ സംവിധാനമില്ല. ഇപ്പോഴാണ് ഗൗരവമായി വീണ്ടും ഈ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡോക്ടർമാരുടെ സംഘടന മുഖ്യമന്ത്രിയെ കാണുകയും അവരുടെ ആവശ്യങ്ങൾ, ഇത് നേരത്തെ തന്നെ ഉള്ള ആവശ്യങ്ങളാണ്, ഈ ആവശ്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയേണ്ട സാഹചര്യം. KGMOയും IMAയും സമരം അവസാനിപ്പിച്ച് VIP ഡ്യൂട്ടികൾ മാത്രം ഒഴിവാക്കുമെന്നാണ് ഡോക്ടർമാരുടെ സംഘടന വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം സർക്കാരിന്റെ മുൻപിലുള്ള ഒരു വെല്ലുവിളി ഇപ്പോഴും PG ഡോക്ടർമാരും ഹൗസ് സർജൻസും സമരം തുടരുകയാണ്. അവരുമായി ഇന്ന് PG ഡോക്ടർമാരുമായി 10 മണിയോടുകൂടി ആരോഗ്യമന്ത്രി ചർച്ച നടത്തുന്നുണ്ട്. നേരത്തെ ഉന്നയിച്ച ആവശ്യങ്ങൾ, ഈ ആവശ്യങ്ങൾ തന്നെയായിരിക്കും അവർ മുന്നോട്ട് വയ്ക്കുക. ആരോഗ്യമന്ത്രിയുടെ വിവാദമായ പ്രസ്താവന,
അക്കാര്യത്തിൽ വിശദീകരണം വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും അങ്ങനെ ഒരു പ്രസ്താവന അനുചിതമായി എന്ന വികാരം ഇതെല്ലാം തന്നെയും സർക്കാരിനെ സംബന്ധിച്ച് വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. ആശുപത്രികളിലെ സുരക്ഷ സംബന്ധിച്ചാണെങ്കിൽ പല ആശുപത്രികളിലും പോലീസിന്റെ സാന്നിധ്യമില്ല. പ്രധാനപ്പെട്ട ആശുപത്രികളിൽ പോലും പോലീസിന്റെ സാന്നിധ്യമില്ല. അവിടെയാണ് കാറ്റഗറി തിരിച്ച് ആശുപത്രികളെ പ്രത്യേകമാക്കി SI മുതൽ താഴോട്ട് ASIയും CPOമാരും അടക്കമുള്ള ആളുകളെ സ്ഥിരമായി ആശുപത്രികളിൽ വിന്യസിക്കാനുള്ള ഒരു ആലോചന നടക്കുന്നത്. ആ തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് എന്തായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുക തന്നെയാണ്. ഡോക്ടർ വന്ദനയുടെ കൊലപാതകത്തിന് ആരാണ് ഉത്തരവാദികൾ എന്ന ചോദ്യം ഇപ്പോഴും